ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണ് നിങ്ങൾക്ക് ഈ ആർച്ച് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, ഞങ്ങളിതാ ശിവഗിരിയിലോട്ട് പോവാണ്. അപ്പോൾ ഞാനും അതുല്യം അയനൂട്ടനും കൂടിയാണ് പോകുന്നത് കേട്ടോ. മുമ്പൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു പോകുന്നത്. ഇപ്പം ഞങ്ങളിത് അത് 3 പേരായി ചുരുങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് അവരുടെ ഓരോരോ തിരക്കുകളിലേക്ക് മാറി മാറിപ്പോയി, ജോലി ആവശ്യങ്ങൾ അങ്ങനെ മാറി മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒടുവിൽ ഞങ്ങൾ 3 പേര് മാത്രം അവശേഷിച്ചു ഗൈസ്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഇതാ ശിവഗിരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യാനായിരുന്നു ബുദ്ധിമുട്ട്. എന്നാലും എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടതാ ഇപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ എടുക്കാൻ നിൽക്കുവാണേ. അതായത് ഇതിനകത്ത് നമ്മുടെ മറ്റേ മത്സ്യകന്യകയും നമ്മുടെ പ്രേതങ്ങളും വസിക്കുന്ന സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ കാഴ്ച വരുന്നതെന്ന് പറയുമ്പോൾ ഈ വെറൈറ്റി ടൈപ്പിലുള്ള ഒരുപാട് മത്സ്യങ്ങളായിരുന്നു കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് ബേർഡ്സ് ആയിരുന്നു. ലവ് ബേർഡ്സിൻ്റെയും പ്രാവുകളുടെയും തത്തകളുടെയൊക്കെ വെറൈറ്റികളുണ്ടായിരുന്നു. പിന്നെ അതുല്ലേ പൂച്ചയെ ചുണ്ടി പിടിപ്പിക്കാൻ നോക്കാൻ കേട്ടോ. അത് കണ്ണാടിക്കുട്ടിലായത് അവളുടെ ഭാഗ്യം. പിന്നെ ഇതിനകത്ത് കുറേ വെറൈറ്റി ഓഫ് തവളകളുണ്ടായിരുന്നു. പക്ഷേ എന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിനോട്ടെന്നെ കാണുമെന്ന് അതിനോട്ടും ജമ്പ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ 1 2 3 ജമ്പ് എന്ന് പറയുമ്പോൾ അവളൊന്ന് ചാടും. അപ്പോൾ എനിക്ക് ജസ്റ്റ് സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതിയില്ല. അങ്ങനെ ഞങ്ങളിതാ കാഴ്ചകളൊക്കെ കണ്ടു. ഈ തവളക്കുട്ടന്മാരെ കുറച്ചുകൂടി പൊക്കും കുറച്ച് വെക്കാമെന്നായിരുന്നു എനിക്ക് തോന്നിയത്. അത് പിടിക്കണോ? അത് വെക്കൊന്നുമില്ല, ചുമ്മാ വേണ്ട. അതിനോട്ട് അതിനെ തോളിലിരുത്തണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച് ചുമ്മാ പറയുന്നതാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അതിനോട്ടിന് പേടിയൊന്നും ഇല്ലായിരുന്നു. അവൾ കയ്യിൽ മേടിക്കാനാണ് നോക്കിയത്. പക്ഷെ തോളിലാണ് വെച്ച് കൊടുത്തത് കേട്ടോ. കുറേ നേരം അതിനെ വെച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ. നല്ല രസമുണ്ടാ? അതിനെ തോളി വെച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വേദന എടുത്താ? നഖം കയറിക്കൊണ്ട് വേദന എടുത്താ? അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോയത് ഈ കൊല്ലത്തെ മാസ്റ്റർ പീസ് ഐറ്റത്തിൻ്റെ അടുത്തോട്ടായിരുന്നു കേട്ടോ, നമ്മുടെ മത്സ്യകന്യകയെ കാണാൻ. അപ്പോൾ മത്സ്യകന്യക അതിനൊരു ഉമ്മയും കൊടുത്ത് എനിക്കൊരു ഹാർട്ടും തന്ന് അതിലേക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് അത് അതിൻ്റെ വഴിക്ക് പോയി കേട്ടോ. അപ്പോൾ ഗോസ്റ്റ് ഹൗസിലേക്കായിരുന്നു കേട്ടോ, അതായത് പ്രേതങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് പ്രേതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ചുകൂടി കൂട്ടിയിട്ടാൽ അവരുടെയൊക്കെ മുഖം കൃത്യമായിട്ട് കാണാമെന്ന് തോന്നുന്നു. കാരണം അതിനകത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കൊന്നും വലിയ ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷേ അതിനകത്ത് സൗണ്ട് എഫക്റ്റും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നും. ഈ ഒരു ഐറ്റം ആയിരുന്നു കുറച്ച് കാണുമ്പോൾ നമുക്ക് പേടിയായിട്ട് തോന്നിയിരുന്നുണ്ട്. ബാക്കിയൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവരെ എല്ലാവരെയും കണ്ടിറങ്ങിയപ്പോഴേ നമുക്ക് നമ്മുടെ ചതിക്കാത്ത ചന്തു എന്ന സിനിമയിലെ ആ ഒരു സീനൊക്കെയാണ് ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അമ്മയ്ക്കിതാ കുറച്ച് പച്ചക്കറി വിത്തും മേടിച്ചിട്ട് ഞങ്ങളിത് എന്തെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പാനിപ്പൂരി, കോളിഫ്ലവർ ഫ്രൈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചു. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ളവർ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി പോയപ്പോൾ നല്ല വൈബായിരുന്നു. ഇത്തവണ അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കൂടി പോകുമ്പോഴാണല്ലോ സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരെയും മിസ് ചെയ്യുന്നു. അപ്പോൾ ബൈ ബൈ.